ഗൈസ് പലതും ഇട്ട് നോക്കി, എനിക്കിഷ്ടമുള്ളതൊന്നും എനിക്ക് പറ്റുന്നില്ല. ഇതാണ് ഒന്ന് ഞാൻ ട്രയലിട്ട് നോക്കിയത്, എനിക്കിട്ടായി. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു സിനിമയിലൊരു പെണ്ണുങ്ങൾ കെട്ടിവെക്കുന്നില്ലേ, അതേപോലെയൊക്കെ കെട്ടിവെച്ചതാണ്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നു, അതെ, എനിക്ക് ഫോട്ടോൻ്റെ വരയ്ക്കാനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. ഫോട്ടോയുടെ സാധനങ്ങൾ എന്ന് പറയാൻ ഞാൻ ഫ്രെയിം മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ. ഷീറ്റും കാർഡ്ബോർഡൊക്കെ അരുണുള്ള സമയത്ത് മാത്രമേ ഞാൻ കളക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എത്ര എന്താ ഫ്രെയിമാണ് കളക്ട് ചെയ്യുന്നത് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട്, വീട്ടിൽ നിന്നാണെങ്കിൽ ഇന്നലെ മിനിയാന്ന് സിസ്റ്റർ പറഞ്ഞു, നീ ഇങ്ങനെ ഇത് പോസ്റ്റ് ചെയ്യല്ലേ, ഇങ്ങനെ പോസ്റ്റ് ചെയ്യല്ലേ, എല്ലാവരും പറയുന്നു പോസ്റ്റ് ചെയ്യല്ലേ. ഞാൻ എന്നോടാരും ഫോട്ടോ മേടിക്കുന്നില്ല എന്നൊക്കെ ചില സ്ത്രീകൾ ഗോസിപ്പ് പറയുന്നത് കൊണ്ട് ഞാൻ കരുതി ഇതൊക്കെ ഒന്ന് മറ്റുള്ളവർ കണ്ടോട്ടെ, ഇത്രയും ഫോട്ടോസ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഉമ്മയും സഹോദരിയൊക്കെ ഇത് പോസ്റ്റ് ചെയ്യല്ലേ എന്നിങ്ങനെ പറയുന്നു. മുത്തോര് ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്നാണല്ലോ പറയാറ്. എനിക്ക് ഇങ്ങനെ ശത്രുക്കൾ കൂടാൻ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് നീ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരുപാട് വരയ്ക്കുന്ന ആൾക്കാർക്ക് ഓർഡർ ഇല്ല, നിനക്ക് മാത്രം ഓർഡർ ഉണ്ടാകുമ്പം പലർക്കും അത് ഇഷ്യൂ ആവും എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം എനിക്കും സത്യസന്ധമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, എൻ്റെ ഫോട്ടോ തന്നെ അതേപോലെ വരച്ച് വെക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് പോലും അവർക്കാർക്കും ഇല്ലാത്ത സെയിൽ എനിക്കുള്ളത് കൊണ്ട് വിഷയമാണ്, അതെനിക്കറിയാം. പിന്നെ ഞാൻ ഫോട്ടോ ഞാൻ തന്നെ ബുക്കിംഗ് എടുത്ത് വരച്ച് കൊടുക്കുന്ന പരിപാടി ഞാൻ നിർത്താൻ പോവുകയാണ്. ഞാൻ ഷോപ്പിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് ഫസ്റ്റിലൊക്കെ ഞാൻ ഷോപ്പിൽ കൂടിയാണ് സെയിൽ ചെയ്തിരുന്നത്. ഞാൻ തന്നെ വരച്ച് സെയിൽ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് കാണാം, അത് ആരോ വരച്ച് ആർക്കോ വേണ്ടിയിട്ട് വെച്ച ഫോട്ടോസ്, ആർക്ക് വേണ്ടിയിട്ട് വരച്ചതാണെന്നോ ആരോ വരച്ചതാണെന്നോ ഒന്നും അറിയാത്തൊരു സംഭവം. ഞാൻ വരയ്ക്കുമ്പം ഇന്ന വ്യക്തിക്ക് എന്ന് വിചാരിച്ച് വരയ്ക്കുന്ന ഫോട്ടോസായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഷോപ്പുകാരിങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇപ്പം ഞാനും വിചാരിച്ചു എനിക്ക് ടെൻഷനും പ്രഷറും കുറയും. കാരണം എന്താ വെച്ചാൽ സാധനങ്ങൾ കളക്ട് ചെയ്യുക, വരയ്ക്കുക, ഷോപ്പിൽ കൊണ്ട് കൊടുക്കുക, ഇത്ര മാത്രമേ എനിക്ക് പിന്നീട് ഉണ്ടാവുള്ളൂ. ഇത് കൊറിയർ ചെയ്യണം, അവിടെ എത്തോളും ടെൻഷനാണ്, കൊറിയറിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനാണ്, കസ്റ്റമറുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാനുള്ള പ്രശ്നം, മൊബൈൽ വാട്സപ്പിൽ ആവശ്യത്തിലധികം മെസ്സേജ് വരുന്നത്, ഇതൊക്കെ കുത്തിരുന്ന മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥ. ചിലർ എൻക്വയറി ആയിരിക്കും, ചിലർ ഓർഡർ ആയിരിക്കും, ചിലർ സമാധാന വാക്കായിരിക്കും, ചിലർ കോഴി ആയിരിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്നും അറിയേണ്ട, നമ്മൾ വരയ്ക്കുക, കൊണ്ടു കൊടുക്കുക, അവിടുന്ന് പൈസ മേടിക്കുക, ഇത്ര മാത്രമേ നമ്മുടെ കയ്യിൽ വരുന്നുള്ളൂ. പിന്നെ കുറച്ച് പൈസ എനിക്ക് നഷ്ടം വരുന്നേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്നതിന് കുറച്ച് പൈസ കുറച്ചിട്ടേ നമുക്ക് ഷോപ്പുകാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ പോലും എനിക്ക് ടെൻഷനും പ്രഷറും കുറഞ്ഞു കിട്ടുമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫൈനലി തീരുമാനം കറക്റ്റായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരോടൊരു ചോദിക്കണമല്ലോ, ചുറ്റിലുമുള്ള ആൾക്കാർ എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ വിചാരിക്കുമ്പോഴല്ലേ, എനിക്ക് ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആരെയും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ പരിപാടി എന്ന് വെച്ചാൽ ഷോപ്പിൽ പോവുക, സാധനം കളക്ട് ചെയ്യുക, തിരിച്ചു പോരുക. അതിൻ്റെ അടുത്ത് മോന് പാരൻറ്റ്സ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മോൻ്റെ പ്രോഗ്രസ് കാർഡ് പോയിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ടീച്ചർ കുറേ ദിവസമായി ഒന്ന് വന്നിട്ട് ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകുമെന്ന് പറയുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് അവൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കാണണം. അതാണ് പിന്നുള്ള പരിപാടി എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അതിനിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ കുളിക്കണം, ഫ്രഷ് ആവണം. ജസ്റ്റ് എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പം ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി. നമ്മളുടെ ലൈഫ് കാണാൻ 10 പേരാണെങ്കിൽ 10 പേരുണ്ടാവുമല്ലോ, അവർക്ക് കാണിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പം നേരെ ലക്കിയല്ല, സ്റ്റാറിലേക്ക്. ആദ്യം ലക്കി എടുക്കൽ, ഇപ്പോൾ സ്റ്റാറിന് എടുക്കൽ. ഓക്കെ, ടാറ്റാ. അങ്ങനെ റെഡിയായി. അപ്പം റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. സ്കൂള് വിടുമ്പോഴേക്കും അവിടെ എത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാറിൻ്റെ ചാവി, കുറച്ച് പൈസ. അയ്യോ, ചെരുപ്പ് എവിടെയാണ്? 2 നായ്ക്കുട്ടികളുണ്ട്. അപ്പോൾ അവരെ പേടിച്ച് ചെരുപ്പ് പുറത്ത് വെക്കൂല, അവർ കടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ചെരുപ്പ് ഉള്ളിൽ വെക്കുക. ഞാൻ പിന്നെ മറ്റേ ചില എനിമി സ്ത്രീകൾ പറയുന്ന പോലും ഇവിടെ കൊണ്ടുവച്ച് ഷൂ ഇടുമ്പം നന്നായിട്ട് കൊലായിൽ പൊടി അടിച്ചു വരാനും മറന്നു. അപ്പോൾ എനിമി സ്ത്രീകൾ പറയുമ്പോൾ ഡ്രസ്സിനനുസരിച്ച് ചെരുപ്പൊക്കെ ധരിച്ച് പോകുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ്. ചാവി ഞാൻ അങ്ങനെയാണ് ഗൈസ്. ചെരുപ്പിനനുസരിച്ചല്ല, ഡ്രസ്സിനനുസരിച്ച് ചെരുപ്പ്. ഗുരുവായൂരിൽ നിന്ന് മേടിച്ച ചെരുപ്പാണ്. ഡ്രസ്സിനനുസരിച്ച് കളറാണ്. ആരോ വിചാരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. സെലിബ്രിറ്റി ആണല്ലോ, സെലിബ്രിറ്റി. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ നടക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പം അങ്ങനെയാണ്. കാറെടുത്തിട്ടാട്ടോ പോണത്. അറിയാമല്ലോ, സാധനം കൊണ്ട് വരുമ്പോൾ കാറെടുത്തിട്ടാണല്ലോ പോകുന്നത് എന്ന് പറയണ്ട. വീടിൻ്റെ ചാവി വെച്ചു, പൈസ വെച്ചു, ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള കളർ ഫോൺ വെച്ചു. ഫോൺ സീറ്റിൽ വെക്കാം. ഇനി എൻ്റെ ഫോൺ വെച്ചു. മെല്ലെ ചവിട്ടി ഇറങ്ങുന്ന ഫോണ് താഴെപ്പോ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ ഗൈസ്. അപ്പം അങ്ങനെയാണ്. ഞാൻ എൻ്റെ കാറ് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. താറെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. താറെടുത്താലോ എന്ന് വിചാരിക്കുന്നു. താറുണ്ടല്ലോ, മഹേന്ദ്ര താർ. പക്ഷെ എനിക്ക് പ്രശ്നം എന്താ വെച്ചാൽ മൈലേജ് കിട്ടില്ല. എനിക്കല്ല കേട്ടോ, കമ്പനി 10 പറയുന്നത് മൈലേജ്. ലക്ഷറി ആണല്ലോ താറെന്ന് പറയുന്നത്. കമ്പനി മൈലേജ് പറയുന്നത് സീറ്റ് ബെൽറ്റ് ആണ്. കമ്പനി 10 മൈലേജ് പറയുന്നത്. കമ്പനി 10 പറഞ്ഞാൽ നമുക്കൊരു 8, 7 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഒന്ന് എനിക്ക് പൂനൂർ പോയിട്ട് വരണമെങ്കിൽ തന്നെ എത്ര പൈസയാവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. പൂനൂർക്ക് 30 കിലോമീറ്റർ ഉണ്ട്. 7 കിലോമീറ്റർ ആണ് കിട്ടുക. 105 റുപ്യ കണ്ടല്ലേ പെട്രോളിന്. അതൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് താറ് വേണ്ട, എനിക്ക് ഷിഫ്റ്റ് തന്നെ മതി. ഷിഫ്റ്റ് എനിക്ക്
15 എന്തായാലും കിട്ടും കേട്ടോ. അരുണാകുമ്പോൾ ഒരു 12, 15 18 ആ ഒരു റേഞ്ച് കിട്ടും തോന്നുന്നു എനിക്ക്. അരുണിന് പറ്റ കുറവാണ്, കാരണം അമ്മ അതിന് പോക്കാണല്ലോ. ഞാൻ പിന്നെ ഒരു നൈസിലങ്ങ് പോകലാണല്ലോ. അതാണ് ലക്ഷറി വണ്ടിയാണത്. അപ്പം ഞാൻ പിന്നെ ഹൈവേയിലെത്തി. അപ്പം പിന്നെ പോട്ടെ, നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിനെക്കാട്ടിലും ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് അങ്ങനെ പോകുമ്പോൾ ഒരു സുഖമുള്ളൊരു പരിപാടിയാണ്. അവർ പാട്ടൊക്കെ കേട്ട് നൈസായിട്ട് ഇങ്ങനെ പോകുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള പരിപാടിയാട്ടോ. ആ ഒരു ഫീല് പോയവർക്കായി പറഞ്ഞാൽ മനസ്സിലാവുള്ളേ. അങ്ങനെ ഞാൻ പോട്ടെ. അവിടെ എത്തിയിട്ട് സാധനങ്ങളൊക്കെ എടുക്കുക, പിള്ളേരുടെ സ്കൂളിൽ നിന്ന് കയറുക, തിരിച്ച് വീട്ടിൽ പോവുക. ചിലപ്പോൾ ഞാനൊരു ചെറിയൊരു ഷോപ്പിംഗ് നടത്തും എന്ന് പറയാൻ കാരണം വേറൊന്നും അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോയ സമയത്ത് പുതിയ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു എനിക്ക് ഇടാൻ. അപ്പം ഇനിയിപ്പോൾ അവനെപ്പോൾ ആ ഡ്യൂട്ടി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഡ്യൂട്ടി കിട്ടിയാൽ ഞാൻ അവൻ്റെ കൂടെ ഗുരുവായൂർക്ക് പോകും. അപ്പോൾ കണ്ണ് കാണാൻ പോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇടണ്ടേ. അതുകൊണ്ടൊരു ഡ്രസ്സ് മേടിച്ച് വെക്കണം എക്സ്ട്രാ എന്നുള്ളതൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് അമ്പാണ് ഗൈസ്. മിക്കവാറും ഫോൺ ഇപ്പോൾ വെക്കും ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു പർച്ചേസിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. മക്കളെൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അപ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കാം. ബൈപ്പാസിൽ കൂടി ഇറങ്ങാം, പക്ഷെ അവിടെ ഭയങ്കര റോഡ് ഇറങ്ങുന്നിടത്ത് ഭയങ്കര പ്രശ്നമാണ്. അതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നുള്ളത്. അപ്പോൾ ഞാൻ നല്ല വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, മക്കളെ സ്കൂളിലേക്ക് പോയതാണ്. അങ്ങനെ മക്കളെ സ്കൂളിൽ പോയി മക്കളെ സ്കൂളിൽ പോയിട്ട് ടീച്ചറിനെ കാണാൻ പറ്റിയില്ല. ടീച്ചർ പെട്ടെന്ന് ആരോ കസിൻ എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ടീച്ചർ പോയി. അതുകൊണ്ട് എന്തായി ഓല് ബസ് പോരാണ്ട് അവൾക്ക് പോരാൻ പറ്റി. പിന്നെ ഫ്രെയിം എടുത്തു കേട്ടോ. ഫ്രെയിം എടുത്തു. എനിക്ക് ഒരിക്കലും പറ്റാത്തൊരബദ്ധം ഇന്ന് പറ്റി. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഷീറ്റിനൊരു സൈസും ഫ്രെയിമിനൊരു സൈസും ആണല്ലോ വരിക. ഞാൻ ഫ്രെയിം ഉള്ള സൈസിൻ്റെത് അല്ല, ഷീറ്റിൻ്റെ സൈസ് പറയാതെ ഫ്രെയിമിൻ്റെ സൈസ് വിളിച്ച് പറഞ്ഞു. അപ്പം അത് വലിയ എന്ന് വെച്ചാൽ എൻ്റെ ഞാൻ കുറച്ച് സൈസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ സൈസിലൊന്നും പെടാത്ത ഒരു സൈസായി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഫ്രെയിം കൊണ്ടുപോയ ആ സൈസിന് വരയ്ക്കാട്ടോ. പക്ഷേങ്കിൽ മേടിക്കാൻ ആരും ഉണ്ടാവില്ല. എനിക്ക് ഒരിക്കലും ഇല്ലാത്തൊരു തുക അതിന് ഇടേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് വലിയ എമൗണ്ട് ഇടുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഫ്രെയിം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനോട് നമുക്കൊരു മാന്യത കാണിക്കണ്ടേ. അത് നിർബന്ധമായിട്ടും കാണിക്കേണ്ട ഒരു ആവശ്യമാണല്ലോ. കാരണം ഞാൻ 15,000 റേഞ്ച് തൊട്ടിട്ട് ഞാൻ ഇടുന്ന ഫ്രെയിം എന്ന് പറയുന്നത് സ്റ്റിക്കിന് 1800 രൂപ വരുന്നതാണ് സ്റ്റിക്കിന് കേട്ടോ. അപ്പം ചിലതിന് 2 സ്റ്റിക്ക് വരുന്നുണ്ട്, ചിലതിന് 1.5 സ്റ്റിക്ക് വരുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഹോൾസെയിൽ പ്രൈസായിട്ടാട്ടോ ഈ പ്രൈസിന് തരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് പോകുമ്പോൾ 2300 2500 ആ ഒരു റേഞ്ചിലേക്കൊക്കെ വരും കേട്ടോ നമ്മുടെ ഷോപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഫ്രെയിം. ഇത് ഹോൾസെയിൽ ഷോപ്പാണ്. അവിടെ എനിക്ക് 1 പീസോ 2 പീസോ 3 പീസോ ആയിട്ട് തരൂല. കുറച്ച് ബൾക്കായിട്ട് എടുക്കണം, സ്ഥിരമായിട്ടും എടുക്കണം, എന്നാൽ മാത്രമേ തരുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്നിട്ട് ഞാൻ ഫ്രെയിം കുറച്ച് അവിടെ തന്നെ വെച്ചു. അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് സൈസ് ചെറുതാക്കി തന്നാൽ കുറച്ചൊരു എമൗണ്ട് എനിക്കിന്ന് നഷ്ടം വന്നു കേട്ടോ. എന്നും വരുന്നതിനേക്കാട്ടിലും കുറച്ചൊരു എമൗണ്ട് നഷ്ടം വന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ ആ സൈസ് ചെറുതാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ വെച്ചിട്ട് പോന്നു. ഇനി പിന്നീടൊരു ദിവസം എനിക്കിതിനായിട്ട് പോകണം. അല്ലെ അരുണും
പ്രൈവറ്റ് ബസ്സിനുള്ള ദിവസം അരുണിനോട് എടുക്കാൻ പറയണം. പിന്നെ സ്ഥിരമായിട്ടുള്ള 15 22 ഉണ്ടല്ലോ, അതിൻ്റെ സൈസിൻ്റെത് കുറച്ച് തോനെ ഞാൻ എടുത്തിട്ടുണ്ട്. എത്രയാണെന്നുള്ളത് ഞാൻ കാണിക്കൂല, കാരണം എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും തോനെ എടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ബൾക്കായിട്ട് എടുക്കുന്നത്. അപ്പം വീട്ടുകാരത് കാണിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് കാണിക്കുന്നില്ല. ഇവൾ ഇത്രയൊക്കെ എടുത്തോ എന്നുള്ളൊരു ഒരു ചോദ്യം മതി ഒരു പക്ഷേ നമുക്ക് നല്ലതിനെ നെഗറ്റീവാക്കാനും. നമ്മൾ പറയല്ലേ ദൃഷ്ടി എന്നൊക്കെ. എനിക്ക് അതിൽ വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ, വിശ്വാസമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ചിത്രവര തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ഇത്രയും ബൾക്ക് ഓർഡർ എടുക്കുന്നത് എന്നുള്ളത് തന്നെ അതാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞു ഞാൻ ഇത്രയൊന്നും കാണിക്കത്തില്ല എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ്. അപ്പം നിങ്ങൾ പറയും എന്നാൽ ഞാൻ സാധനം എടുക്കാൻ പോയതല്ല. അത് പറയുന്നതിന് വേണ്ടിയിട്ട് ഒറ്റ സെറ്റ് മാത്രം ഞാൻ കാണിച്ചു തരുന്നുണ്ട്, വേറെ ഒന്നും ഞാൻ കാണിക്കൂല. അപ്പം അങ്ങനെയാണ്. ഒരു ചായ കുടിച്ചാലോ? ഏത് പോയിന്റ്? എന്ത് പോയിന്റ്? നമുക്ക് വെള്ളത്തിൽ കഴിക്കുമ്പോൾ ഒരിളനീര് കുറേ നേരമായി നോക്കുന്നു, പക്ഷെ എവിടെയും ഇളനീര് കിട്ടാനില്ല. അപ്പം അങ്ങനെയാണ്. ഇനി ഞങ്ങളൊരു ചായ കുടിക്കട്ടെ. എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, ഒന്ന് ഷോപ്പിങ്ങിൽ പോകണം. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. എത്ര ദിവസമായി മോനെ പച്ചക്കറി കഴിക്കുന്നത്? പച്ചക്കറിയോ? അല്ല, വീട്ടിൽ വെച്ചിട്ട് എത്ര ദിവസമായി? എണ്ണണ്ടി വരും. കുറേ ദിവസമായി ഇവലെ ഞാൻ പച്ചക്കറി തീറ്റിക്കുന്നത്. അപ്പം ഒന്ന് കുറച്ച് മീനൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. മീൻ മേടിക്കുമ്പോൾ ആർഭാടായിട്ട് മേടിച്ച് 2-3 സൈസൊക്കെ കറി വെച്ച് കൊടുക്കും, പൊരിച്ചൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞാൽ ചെറുപയറില്ലാത്തൊരു പരിപാടി ഞങ്ങളുടെ വീട്ടിലില്ല കേട്ടോ. കേട്ടോ. പക്ഷെ വേറൊരാൾക്കത് വലിയ ഇഷ്ടമല്ല. പക്ഷെ ആള് ഭയങ്കര ബ്യൂട്ടി ക്യൂനാണ്, മറ്റേ ബ്യൂട്ടി കോൺഷ്യസ് എന്നല്ലേ പറയാ, എന്താ അതാണ്. പക്ഷെ അത് ചെറുപയറിന്റെ എത്രത്തോളം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് തരും എന്നുള്ളത് ഒരുത്തിക്ക് അറിയൂല. ഓക്ക് ചെറുപയർ, മമ്പയർ, കടല ഇതിന്റെ ഒന്നും ഇത് എന്താണ് ബെനിഫിറ്റ് എന്താന്നുള്ളത് ഓക്ക് അറിയില്ല. അത് പറഞ്ഞു കൊടുത്താൽ ഓക്കട്ട് മനസ്സിലാവുകയും ചെയ്യൂല. സൗന്ദര്യം വർദ്ധിക്കണമെങ്കിലൊക്കെ ഇത് കഴിക്കണം എന്നുള്ളത് ഓക്ക് അറിയാത്തൊരു സംഭവമാണ്. പക്ഷെ പറഞ്ഞു കൊടുത്തിട്ട് എന്റെയൊക്കെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ അതാ. ഓന്റേതും. അപ്പൊ ഓക്ക് സൗന്ദര്യം ഇല്ലാത്തത് എന്തുകൊണ്ടാ? അത് കഴിക്കാത്തോണ്ട്. അപ്പൊ അങ്ങനെയാണ്. ഇങ്ങനെയാട്ടോ മറ്റേ തൃശ്ശൂരുള്ള ചേച്ചിയെ പിള്ളേരാ കയ്യിലെടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയും പോലെ കള്ള് വിൽക്കുന്നത്, കഞ്ചാവ് വിൽക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ടല്ല കേട്ടോ. ഇതാണ് മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാര് ഉണ്ടാക്കുന്ന കഥകളും പല കഥകളും ഉണ്ട്. അത് അങ്ങനെ എടുത്തു വെച്ച് പറയാൻ കാരണം പിന്നെ ചെറുപയർ കൂട്ടിയാല് അങ്ങനെ പറഞ്ഞ് കമന്റ് ഇടാൻ ആൾക്കാർ വരും. ഇപ്പം ഏതായാലും ഒരു ചായ വാങ്ങിക്കൊടുത്താവട്ടെ. കുറേ ആയി പുറത്തുനിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഒരു ചായ കുടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു ഷോപ്പിംഗ്. ഇതേതാണ് സ്കൂള്. ഏതായാലും ട്രോഫികൾക്ക് തലയിൽ വെച്ച് താങ്ങാൻ മാത്രം ഉണ്ട്. അവിടെ നിർത്താൻ സ്ഥലം ഉണ്ടോ? ചളിയാണോ? ഏതായാലും ഞങ്ങളൊരു ചായ കുടിക്കട്ടെ കേട്ടോ ഗൈസ്. ഓക്കെ, പരിപ്പ് കടയിൽ കുടിക്കാം. കൂട്ടത്തിൽ എന്താ ബീഡിയുണ്ടോ സഖാവെ ഒരു തീപ്പെട്ടി കത്തിക്കാൻ എന്നുള്ളതും കൂടി ചോദിക്കേണ്ട ഒരവസ്ഥയിലാണ്. അങ്ങനെ നേരെ ശോഭികയിലേക്ക് എത്തിട്ടോ. അങ്ങനെ അംഗം തുടങ്ങി ഓരോ ഡ്രസ്സും നോക്കി എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റെഡ് കളർ ഉണ്ടല്ലോ, ലോങ് സൈറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. നല്ല ഹെവി വർക്കുള്ളതായിരുന്നേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇതേപോലെ തന്നെ ഒരു റെഡ് കളർ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ആ സെയിം സാധനം തന്നെ എടുത്താൽ ഒരു
ചേഞ്ച് ഉണ്ടാവില്ലല്ലോ, ചേഞ്ച് വേണ്ടേ നമുക്ക്. അതുകൊണ്ട് ഞാൻ ആ റെഡ് അവിടെ താഴെ വെക്കാതെ ബാക്കിയുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ചുരിദാർ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചുരിദാർ അവിടെ പല റേഞ്ചിൻ്റെ ഉണ്ട്. നമുക്ക് ലോ റേഞ്ചാണെങ്കിൽ ലോ, ഹെവി ആണെങ്കിൽ ഹെവി എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഒരുവിധം ഞാൻ എടുക്കുന്നതൊക്കെ എനിക്ക് കളറുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സൈസ് ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. കുറേ നേരം ഞാൻ ചുരിദാർ നോക്കി. അവിടുത്തെ സ്റ്റാഫും ചുരിദാർ നോക്കാൻ സഹായിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ മോൻ പറഞ്ഞു, ചുരിദാർ വേണ്ടമ്മ, നമ്മൾ ഒന്ന് മാറ്റിപ്പിടിക്കുക, നമുക്കൊരു ടോപ്പ് നോക്കിയാലോ എന്ന് ചോദിച്ചു. അത് കേട്ട് അവൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചു ടോപ്പിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നതാട്ടോ. എനിക്കങ്ങനെയൊന്നും പിടിച്ചിട്ടില്ല. എനിക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ടൊന്ന് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതെനിക്ക് സൈസില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനത്തിൻ്റെയും സൈസ് അവിടെ ഇല്ല കേട്ടോ. തടിയെന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. അങ്ങനെ കുറേ തപ്പി ഒടുക്കം ഇതെനിക്ക് ഇഷ്ടമായപ്പം എനിക്ക് ടൈറ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ പുറത്തുള്ളവർക്ക് നോക്കുമ്പം ഒരു കോയലിലിട്ടൊരു ഫീല് പോലെ എനിക്ക്, നമ്മൾ കോയൽ മേത്തെടുത്തിട്ടാലുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഫീല് പോലെ തോന്നും എനിക്ക്. ഇതെന്ന് വെച്ചാൽ 1100 രൂപയേ ഉള്ളൂ കേട്ടോ ഇതിന്. പക്ഷേ ഇത് ലാർജാണ് സൈസ്. എനിക്ക് വേണ്ടത് XL XL സൈസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ഇത് ഒരു രണ്ടും കൽപ്പിച്ചെടുക്കാൻ എനിക്കൊരു മടി. ഞാൻ പറഞ്ഞല്ലോ ടൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാൽ പോലും എനിക്കതൊരു ഭംഗിക്കുറവ് ഉള്ളതുപോലും തോന്നിയിട്ട് ഞാനതെടുത്തില്ല. ഇതേ മോഡൽ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ സമയത്ത് അതേപോലത്തെ വേറൊരു കളർ ചേഞ്ച് എനിക്കെടുത്ത് തന്നതായിരുന്നേ. ഇത് XL വരുന്നത്. പക്ഷേ അവിടുത്തെ സ്റ്റാഫിനും മോനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യം ഞാനിത് എടുത്തു, പക്ഷേ ഇതിൻ്റെ നമ്മുടെ ബനിയൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഒരു ഡാമേജ് പോലെ എന്തോ ഒരു കളറ്. അത് കഴിഞ്ഞ് അവർ വേറൊന്ന് എനിക്ക് എടുത്ത് തന്നതാണ് ദേ ഈ കാണുന്നത്. സംഭവം സെയിം കളറാണ്, പക്ഷേ പാറ്റേണൊക്കെ മാറ്റമുണ്ട് കേട്ടോ. പക്ഷേ ഇതും എനിക്ക് ടൈറ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇട്ട് നോക്കിയതാണ് ഇതെനിക്ക് വളരെയധികം ഇഷ്ടമായി. പക്ഷേങ്കിൽ മോന് വലിയൊരു ലൈക്ക് അടിച്ചില്ല, അതുകൊണ്ട് എൻ്റെ ഏട്ടത്തിക്കും ലൈക്ക് അടിച്ചില്ല. പിന്നെ നല്ലോണം ഒന്ന് ലൈക്ക് അടിച്ചതായിരുന്നു ഇത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അത് അവിടെ ഒരു സ്റ്റിച്ച് വിട്ടത് കണ്ടു. പിന്നെയെന്ന് വെച്ചാൽ ഈ കോട്ട് വളരെ നൈസായിട്ടുള്ളൊരു കോട്ടാണ്. അപ്പോൾ ഇതെടുത്താൽ പിന്നീട് എനിക്ക് പണി കിട്ടുമെന്ന് തോന്നിയതുകൊണ്ട് അതെടുത്തില്ല. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതെന്താ വട്ടം ചുറ്റി നോക്കുന്നതെന്ന്. ഇതിൻ്റെ പ്രൈസ് ടാഗ് എവിടെയാണെന്ന് നോക്കുക കേട്ടോ. ഇതിന് എത്രയാണ് പ്രൈസ് എന്നറിയാൻ വേണ്ടിയിട്ട് തപ്പിയതാണ് ഞാൻ. എവിടെ നോക്കിയിട്ടും പ്രൈസ് ടാഗ് കാണുന്നില്ല. അതിങ്ങി വിചാരിച്ചതല്ല. ചാവി അങ്ങനെ മേടിച്ചിട്ടാ ഗൈസ്. എന്താ മേടിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരൂല, നിങ്ങൾക്ക് ഇടുമ്പം കാണാം. ചാവിയുടെ മോനെ എന്നാലും എൻ്റെ പൊട്ടത്തിയേ. ഞാൻ കുറേ കാലമായി വണ്ടി ഓടിക്കുന്ന കാക്ക, അതതിൽ വെക്കട്ടെ, മറന്നുപോയില്ല. അപ്പം സാധനം എടുത്തിട്ടുണ്ട്. അപ്പം സാധനം എടുത്തിട്ടുണ്ട്. ഏതാണ് എടുത്തത്, എന്താ എടുത്തതെന്നുള്ളത് ഞാൻ കാണിച്ച് തരൂല, പറഞ്ഞു തരൂല. ഇടുമ്പം കാണാം എന്ന് പറയും, പക്ഷെ വീട്ടിലേക്ക് കാണിച്ചു തരാട്ടോ. അപ്പം അങ്ങനെയാണ്. ഇനി വീട്ടിലേക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ മേടിക്കണം. അതോടുകൂടെ എന്താ നമ്മൾ പിന്നെ പഴയ ഇതാണ് മോനെ,
അതൊക്കെ ഒന്ന് മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട്. ഓക്കെ, എന്തായും പറയാൻ മറന്നു. ആ ടേബിളിൻ്റെ അടിയിൽ 2 എണ്ണം അട്ടിയായിട്ട് വെച്ചിട്ട് അതെന്ന് പറഞ്ഞ് എന്നാൽ അതിൻ്റെ സൈഡിലേക്ക് വെക്ക്. സൈഡ് ഒഴിച്ചിട്ട് സൈഡിലേക്ക് വെക്കുക. ടേബിളിനുള്ളിൽ ഫുള്ള് നിറഞ്ഞ് സൈഡ് റെഡി ആക്കിക്കുക. സൈഡിൽ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലേ, പേപ്പറും ഉണ്ട്, നമ്മളെന്താക്കും, ഒരു കാര്യം ചെയ്യും, നിങ്ങളാത്ത കട്ടിലിൻ്റെ ചോട്ടിലേക്ക് വെച്ചോ. കുറച്ച് കട്ടിൽ നല്ലോണം എന്തെങ്കിലും വിരിച്ചിട്ട് വെക്കണേ, അല്ലാണ്ട് സ്ക്രാച്ച് വെക്കും. ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അങ്ങനെ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ബോർഡ് കൂടി ഉണ്ടാക്കാൻ എന്താക്കും, ഉമ്മൻ്റെ കട്ടിലിൻ്റെ ചോട്ടിൽ വെക്കണ്ടേ, കയറിയാൽ ഒഴിവുണ്ടാവില്ല. ഒരു കാര്യം ചെയ്യും, തൽക്കാലം നിങ്ങളെ കട്ടിലിൻ്റെ ചോട്ടിൽ കടയിലേക്ക് വെക്കും, എന്നിട്ട് ഒന്ന് പുറത്താക്കി വെക്കാം. അല്ലാണ്ട് വേറെ ഓപ്ഷൻ. ബോർഡ് മൊത്തമായിട്ട് ഇറക്കട്ടെ. ബോർഡോ എല്ലാം കൂടി ആവില്ലല്ലേ, 4 മാവും വന്നിട്ട് ഇറക്കാം. ഇനി വീഡിയോ ഓഫാക്കിയില്ല, ഓഫാക്കിയാളി. അങ്ങനെ ചുരിദാർ ഏതാ എടുത്തതെന്ന് വെച്ചാൽ ചുരിദാറല്ല കേട്ടോ, കർച്ചീഫ്. ചുരിദാർ എടുക്കാൻ പോയതാണ്. ചുരിദാർ എടുക്കാൻ പോയി, അവിടെ എത്തി സെയിൽസ് ഗേളിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ മകന് എന്നെ അപമാനിച്ചു. അതും കൂടി ഞാൻ പറയാം, പ്രിയ നീ ഇത് കേൾക്കണം. ഉമ്മ എപ്പോഴും ചുരിദാർ തന്നെ അല്ലേ എടുക്കുന്നത്, കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എടുക്കുന്നു. അത് കേട്ട സെയിൽസ് ഗേൾ പറഞ്ഞു, ഓൻ പറയുന്നു സത്യം, ഇനി എപ്പോഴും ചുരിദാറല്ലേ എടുത്തോണ്ടിരിക്കുന്നത്, എന്താ വെറൈറ്റി എടുക്കുക തന്നെ. അങ്ങനെ വെറൈറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കയറിയത്. മുകളിൽ കയറി ഞാൻ ഇട്ടിട്ട് ഇൻ്റെ ഒരു വയ്യായി. അങ്ങനെ ഒന്ന് ഇഷ്ടമായി, ഒക്കെ എടുത്ത് ബില്ലൊക്കെ ചെയ്ത് താഴോട്ട് വന്ന സമയത്ത് വെറുതെ ഒന്ന് സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ മുകളിലേക്കൊന്ന് ജസ്റ്റ് ഞാൻ നോക്കിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ നോക്കി, കണ്ടു, ഇഷ്ടപ്പെട്ടു, ഈയിടയ്ക്ക് അങ്ങനെ എടുത്തതാണ്. എന്നിട്ട് എൻ്റെ സിസ്റ്ററിന് അയച്ചു കൊടുത്ത് നോക്കുമ്പോൾ ഓളെ വിചാരം ഇത് ഇതാണെന്ന്, ഉടുപ്പാണെന്നാണ്. അൾട്ര ചെയ്യണം, അതിന് ഇന്ന് അവിടെ പറ്റൂല, അതുകൊണ്ട് എടുത്തു. ഞാൻ ഒന്നാമത് ഇത് എടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ, ഒന്നാമത് ദീപാവലി വരുന്നുണ്ട്, അതിന് ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിൽ അതിന് ഇടാൻ പറ്റുന്ന ഒരു കോസ്റ്റ്യൂമാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സാരിയുടെ ബ്ലൗസാക്കി എടുക്കാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഷാള് വരുന്നത് ഒരു ബ്ലൂ കളറാണ്, കുറച്ച് അത്യാവശ്യം നല്ല ക്ലോത്ത് തന്നെയാണ്. സ്കേർട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ലെഹങ്ക പോലെ ഇല്ലതാനും എന്ന് വെച്ചാൽ മറ്റേ ഇതുപോലെ ഇട്ടല്ലതാനും ഒക്കെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത്, അതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്, 1985 രൂപ. കാരണം ഈ ഒരു വർക്കും എല്ലാം കൂടി കണ്ടാൽ നമുക്ക് ഈ ഒരു പ്രൈസ് പോരാട്ടോ. 2000 രൂപയുടെ ചോട മാത്രമേ ഇതിനുള്ളൂ. നല്ല എന്താ പറയുക, ത്രെഡ് വർക്കാണ് ഒന്നായിട്ട് വരുന്നത്, സീക്വൻസ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതിനും നല്ല വർക്ക് വരുന്നുണ്ട്, ഇതൊക്കെ ത്രെഡ് വർക്കാട്ടോ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിൽ നല്ല വർത്താട്ടോ ഇത്. ഏതായാലും എനിക്കൊന്ന് ഷേപ്പ് ചെയ്യണം എന്നേ ഉള്ളൂ, അത് പിന്നീട് അവിടെ കൊണ്ടുപോയി ഷേപ്പ് ചെയ്യാം. അപ്പോൾ എടുത്ത ഡ്രസ്സ് ഏതാ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്, ഇതാണ്. അപ്പോൾ ഇതോടുകൂടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ആരാ പോനെ. ഓക്കെ, ടാറ്റാ.